വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. മലയാളികൾ ഒന്നടങ്കം രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ടു പോകുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നുമൊക്കെ സഹായഹസ്തങ്ങൾ നീളുന്നുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ മലയാളി ഡ്രൈവർ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ദിവസങ്ങൾക്കകമാണ് വയനാട്ടിൽ കൊടും ദുരന്തമുണ്ടായിരിക്കുന്നത്. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കാറുണ്ട്. കേരളത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയക്കെടുതിയെ എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദേശീയ ദുരന്തം, സംസ്ഥാന ദുരന്തം, അങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെ വേർതിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ദേശീയ ദുരന്തമെന്നോ പ്രാദേശിക ദുരന്തമെന്നോ ഉള്ള വേർതിരിവുകൾ നിലനിൽക്കുന്നില്ല. ദേശീയ ദുരന്തം എന്നൊരു കാര്യവുമില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പലതും കിട്ടും എന്ന് പലരും എണ്ണമിട്ട് നിരത്തുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണെന്ന് ഈ നിയമം വായിച്ചാൽ തന്നെ വ്യക്തമാവുകയും ചെയ്യും. 2015 ചെന്നൈ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ജയലളിത സർക്കാരിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു ചെയ്തത്. ചെന്നൈ പ്രളയം അതിതീവ്ര ദുരന്തമായാണ് കേന്ദ്ര സർക്കാർ പിന്നീട് പ്രഖ്യാപിച്ചത്. ദേശീയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാനുള്ള മാർഗങ്ങൾ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാം UPA സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പ്രത്യേകം ദുരന്ത നിവാരണ പദ്ധതികൾ ഉണ്ടായിരിക്കും. മുൻകൂട്ടി തയ്യാറാക്കി വെച്ച പദ്ധതിയാണിത്, അല്ലാതെ ദുരന്തമുണ്ടാകുമ്പോൾ രൂപീകരിക്കുന്നതല്ല. പ്രസ്തുത പദ്ധതി പ്രകാരമാണ് ദുരന്തങ്ങൾ നേരിടേണ്ടത്. ദേശീയ ദുരന്തം എന്നൊരു പ്രയോഗമോ വിശേഷണമോ ഈ നിയമത്തിൽ ഇല്ല എന്നും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പലതും കിട്ടും എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യവുമാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമുണ്ട്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുമാണ് അതോറിറ്റിയുടെ അധ്യക്ഷൻ. നിയമപ്രകാരം ദുരന്ത നിവാരണ പദ്ധതി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദുരന്ത നിവാരണം ഏകോപിപ്പിക്കുകയും നിരീക്ഷിക്കുകയും വേണം. സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിനുള്ള പദ്ധതി തയ്യാറാക്കേണ്ടത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ് ദേശീയ ദുരന്ത നിവാരണ പദ്ധതിക്കും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്കും ഏകോപിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും നിരീക്ഷിക്കുവാനും ചുമതലയുള്ളത്. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മന്ത്രാലയങ്ങൾക്കും ദുരന്ത നിവാരണ ഫണ്ട് വേണം. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിപ്പോകാം. ആദ്യമായി ദുരന്തം നടന്ന സ്ഥലത്തേക്കും ദുരന്ത സ്ഥലത്തും ഉള്ള വാഹനങ്ങൾ നിയന്ത്രിക്കണം. ദുരന്ത സ്ഥലത്തേക്കുള്ള ആളുകളുടെ പ്രവേശനവും നിയന്ത്രിക്കണം. അവശിഷ്ടങ്ങൾ നീക്കുക, പരിശോധന നടത്തുക, ദുരന്ത നിവാരണം ചെയ്യുക തുടങ്ങിയവയും അടുത്തതായി പറയുന്നു. ദേശീയ അതോറിറ്റി, സംസ്ഥാന അതോറിറ്റി മാനദണ്ഡങ്ങൾ പ്രകാരം ദുരന്ത ബാധിതർക്ക് അഭയകേന്ദ്രങ്ങൾ ഒരുക്കുകയും ഭക്ഷണം, കുടിവെള്ളം, വൈദ്യസഹായം എന്നിവയും നൽകുകയും വേണം. നിയമപ്രകാരം ദുരന്ത നിവാരണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നടപടികളും കേന്ദ്ര സർക്കാർ തന്നെ എടുക്കേണ്ടതാണ്. ദുരന്ത നിവാരണത്തിനായി സംസ്ഥാനങ്ങൾക്ക് സഹായവും സഹകരണവും കേന്ദ്ര സർക്കാർ തന്നെ നൽകണം. സഹായവും സഹകരണവും സംസ്ഥാനത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആകാം. എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണത്തിലുള്ള പദ്ധതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. നിയമത്തിലെ 48ാം വകുപ്പ് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് 4 ഫണ്ടുകൾ വേണം. 1 സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട്, 2 ജില്ലാ ദുരന്ത പ്രതികരണ ഫണ്ട്, 3 സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടും 4 ജില്ലാ ദുരന്ത നിവാരണ ഫണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത് രൂപീകരിക്കാൻ. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആയിരിക്കെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും സഹായത്തിൻ്റെയും പേരിൽ അനാവശ്യ വിവാദങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ളത്. നിയമം നിലവിൽ വന്ന 2005 ശേഷം ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഉത്തരാഖണ്ഡിലും കാശ്മീരിലും ഉണ്ടായ പ്രളയ ദുരന്തങ്ങൾ ദേശീയ ദുരന്തങ്ങളായി പ്രഖ്യാപിച്ചിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്.